നമുക്കറിയാം നമ്മളൊരു പോരാട്ടത്തിലാണ്. നമ്മൾ മരിക്കുന്നതിന് മുൻപുള്ള ഒരു വലിയ പോരാട്ടത്തിന് കേരളം തയ്യാറെടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, കേരളത്തിന്റെ വരും തലമുറയെ സംഘപരിവാറിന് വിൽപ്പന നടത്തിയ ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറുമ്പോൾ പിണറായി വിജയന്റെ കുടുംബത്തിനും വേണ്ടി, മകൾക്കും മകനും വേണ്ടി, മരുമകനും വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിൽപ്പന ചെയ്യുമ്പോൾ, സംഘപരിവാറിന്റെ അടുക്കളയിൽ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അത് കേരളത്തിലെ SFIയും അവരുടെ സഹോദര സംഘടനയായ ABVPയും മാത്രമാണ്. കാരണം 1.5 വർഷത്തിന് മുൻപ് സംഘപരിവാറിന് കീഴ്പ്പെടാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ അങ്ങ് ഡൽഹിക്ക് ഒരു കത്തയച്ചു. ആ കത്തയച്ചതിനു ശേഷം 1.5 വർഷക്കാലം ഈ SFIക്കാരെ കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ സമരം ചെയ്യിപ്പിച്ച് അവന്മാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട്, അവരെ പറ്റിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോയതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം കണ്ടപ്പോൾ സൂചിപ്പിച്ചു, ഇവിടെ വലിയൊരു ഡീൽ ഒപ്പിട്ടിരിക്കുകയാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ, ശിവൻകുട്ടിയും അമിത്ഷായും തമ്മിൽ, കേരളത്തിലെ CPMും BJPയും തമ്മിൽ ഒരു ഒപ്പിട്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ശബ്ദമായി പറയുന്നത് കെ സുരേന്ദ്രനാണ് സർക്കാരിന്റെ നയങ്ങൾ വിശദീകരിക്കുന്നത്. അയാളാണ് പറയുന്നത്, ഞങ്ങൾ ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ ഗോൾവർക്കറെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കും. ഒരു കാര്യം മാത്രം പറയുന്നു, ഈ കെ സുരേന്ദ്രനോ ശിവൻകുട്ടിക്കോ പിണറായി വിജയന്റെയോ കുടുംബ സ്വത്തല്ല കേരളം എന്ന് പറയാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭരണകക്ഷ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയായ AISFും അവരുടെ യുവജന സംഘടനയായ AIYFും പറഞ്ഞത്, അന്ന് നടത്തിയ മാർച്ചിൽ ഈ ജലപീരങ്കി അടിച്ചത് RSSന്റെ ആളുകളാണെന്ന് പറയുകയാണ്. ഭരണകക്ഷിയിലെ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന തന്നെ പറയുകയാണ്, ഇവിടുത്തെ പോലീസിൽ RSS ഉണ്ടായെന്ന്. അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ CPMന്റെ കേന്ദ്രത്തിലെ നേതാക്കന്മാര് എല്ലാം പറഞ്ഞത്. കേരള പോലീസിനെ പിടിമുറുക്കുകയാണ്. ആരാണ് പിടിമുറുക്കിയിരിക്കുന്നത്? RSS. ആരാണ് ഈ കേരള പോലീസിന്റെ തലവൻ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്? പിണറായി വിജയൻ. അങ്ങനെ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ പോലീസ് സേനയിൽ RSS പിടിമുറുക്കിയിരിക്കുന്നു എന്ന് CPIയുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും പറയുമ്പോൾ, ഒന്ന് പിണറായി വിജയൻ ഒന്ന് തിരിഞ്ഞു നോക്കുക. അങ്ങ് ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് കയറി വന്നപ്പോൾ ഈ KG മാരാരുടെ ഉൾപ്പെടെ RSSന്റെ ഉൾപ്പെടെ വോട്ട് മേടിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔദാര്യം അല്ലെങ്കിൽ അതിന്റെ മറുപടി നിങ്ങൾ വ്യക്തിപരമായി കാണിക്കുക, ചെയ്യുക. അല്ലാണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തീറെഴുതി കൊടുത്തുകൊണ്ടോ വിറ്റുകൊടുത്തുകൊണ്ടോ അല്ല എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ്. കേവലം 6.5 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 7 മാസത്തിന് ശേഷം കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. കേരളത്തിലെ എത്രയോ നിയമസഭാ മണ്ഡലങ്ങൾ BJPയും CPMും ക്രോസ് വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിച്ച് എത്ര വോട്ടുകൾ പരസ്പരം കച്ചവടം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. RSS കേന്ദ്രത്തിൽ നിന്ന് നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾക്ക് തിട്ടൂരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിനെ വിൽപ്പന നടത്താൻ പിണറായി വിജയനും RSSും ശ്രമിച്ചാൽ അതിൽ കേരളത്തിന്റെ മതേതര മനസാക്ഷി, മതേതര സമൂഹം നിന്നുകൊടുക്കില്ല എന്ന് പറയാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനോ സംഘിവൽക്കരിക്കാനോ ശ്രമിച്ചാൽ അതിനെ നഖശിതാന്തം എതിർത്ത് കേരളത്തിന്റെ തെരുവുകളിൽ അവസാനത്തുള്ളി രക്തം പൊടിഞ്ഞു വീഴുന്നതുവരെ, അവസാനത്തെ KSU പ്രവർത്തകൻ ഇവിടെ മരിച്ചു വീഴുന്നതുവരെ, ഞങ്ങൾ മരിച്ചു വീണു കഴിഞ്ഞാലും ഞങ്ങൾ ഇതിനുവേണ്ടി സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ്. SFI മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. SFIക്ക് ഒരക്ഷരം ഉരിയാടാൻ സാധിക്കുന്നില്ല. ചർച്ചകളിലെല്ലാം വന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? സംഘപരിവാർ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. NEPയിലൂടെ ഈ പറയുന്ന PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് NEPയെ ഒളിച്ചു കടത്താനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞത് CPMന്റെ മധുര പാർട്ടി കോൺഗ്രസ് ആണ്. ആ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് 2025 ഈ പറയുന്ന ഒക്ടോബർ മാസം 16 തീയതി എത്തി നിൽക്കുമ്പോൾ എന്ത് നയവ്യതിയാനമാണ് CPMനുണ്ടായതെന്ന് പറയാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ
മാർക്സിസ്റ്റിനുണ്ട്, അത് പറയാനുള്ള ബാധ്യത SFIക്കുണ്ട്, അത് പറയാനുള്ള ബാധ്യത DYFIക്കുണ്ട്. കേരളത്തിന്റെ തെരുവുകളിൽ എത്ര ചെറുപ്പക്കാരുടെ ജീവൻ കുരുതി കൊടുത്ത പ്രസ്ഥാനമാണ് ഈ പറയുന്ന CPI, ഈ പറയുന്ന SFI അല്ലെങ്കിൽ DYFI എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ അധികാരത്തിൽ കയറുമ്പോൾ, കാവ്യ കാണുമ്പോൾ ഇവർക്ക് പ്രേമമാണ്. പിണറായി വിജയന്റെ സർക്കാരിന് കാവ്യയോട് പ്രേമമാണ്. ആ പ്രേമമൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി എന്ന് പറയാൻ KSU ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പോരാട്ടം തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ജില്ലാ KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSUവിന്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്ക് മാർച്ച് നടത്തി. ഇന്ന് സംസ്ഥാന KSU കമ്മിറ്റി വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ നടത്തിയ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ, പീരങ്കിയുടെ ശക്തി കൊണ്ട് ഒതുക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബ്രിട്ടീഷുകാരന് മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കിയിട്ടില്ല. പിന്നെയല്ലേ സംഘിക്കളസമിട്ട പിണറായി വിജയന്റെ മുൻപിൽ എന്ന് ചോദിക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടമാണ്. കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഭാവി തലമുറകൾ ഈ സവർക്കറെ പറ്റിയും ഗോൾവർക്കറെ പറ്റിയും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടി പറയുന്നു, ഇത് ഒപ്പിട്ടുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിന്റെ മുൻപിൽ PM ശ്രീ സ്കൂൾ എന്ന് പറയുന്ന ബോർഡ് പതിപ്പിക്കാൻ വന്നാൽ അന്ന് ആ ബോർഡിന്റെ കുറ്റികൾ പിഴുതെറിയുന്നതിന്റെ ഉള്ള നേതൃത്വം കേരള വിദ്യാർത്ഥി യൂണിയൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു പറയുകയാണ്. ഈ കേരളിന് വേണ്ടി നിങ്ങൾ കുറെ കുറ്റികൾ ഇട്ടല്ലോ, അത് കേരളത്തിന്റെ തെരുവുകളിൽ വലിച്ചെറിയപ്പെട്ടല്ലോ. അതേപോലെ തന്നെ ഈ പറയുന്ന ബോർഡുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് അതുമായി ഇവിടെ വരുന്ന RSSകാരെ CPMകാരെ കൈകാര്യം ചെയ്യുമെന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു, 5 വർഷത്തേക്ക് എന്ന രീതിയിൽ 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതി ആരംഭം കുറിച്ച PM ശ്രീ പദ്ധതി 3.5 വർഷം കഴിഞ്ഞ് ഇനി 1 വർഷവും 5 മാസത്തിന് വേണ്ടിയിട്ടാണ്, 5 മാസത്തേക്കും വേണ്ടിയിട്ടാണ് ഇവർ ഈ എഗ്രിമെന്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം MOU വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ടാവും. 2027 മാർച്ച് മാസം 30-ാം തീയതിക്ക് ശേഷം ഇതിന്റെ പണം മുടക്കേണ്ടത് കേരള സർക്കാരാണ്. അങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത, നമ്മൾ വലുതാക്കിയ, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ മോഡലായി കൊണ്ടുപോയ നമ്മുടെ സ്കൂളുകളെ ഇവന്മാർക്ക് സംഘപരിവാറിന് വിൽപ്പന നടത്തുന്ന ആ കച്ചവടത്തെ, ആ ഡീലിനെ കേരള വിദ്യാർത്ഥി യൂണിയൻ ശക്തിയുക്തം എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി, ഈ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ ASFിനെ ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മുന്നോട്ടുള്ള ഞങ്ങളുടെ സമര പോരാട്ടങ്ങൾക്ക് സംയുക്തമായി കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു കാര്യം, നിങ്ങൾ പിണറായി വിജയൻ കണ്ണുരുട്ടി കാണിച്ചാൽ നിങ്ങൾ പിന്മാറില്ല എന്ന ഒരു വിശ്വാസത്തോടുകൂടി ആർജവമുള്ള നിലപാടെടുക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷം കേരളത്തിലെ CPI ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരമിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി എന്ന പേരിൽ മാത്രം അവശേഷിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, ആശംസകൾ. ജയ് KSU.